ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു മേക്കപ്പ് ലുക്കിൻ്റെ ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ഓണത്തിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാട്ടോ. ഞാൻ എല്ലാ പ്രൊഡക്ട്സും അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്ത ലുക്കാട്ടോ. ഭയങ്കര മിനിമലാണോ എന്ന് ചോദിച്ചാൽ മിനിമൽ, അതൊക്കെ ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഞാൻ ഒരു ക്ലോസപ്പ് കാണിച്ചു തരാം ഫേസിൻ്റെ. ഇങ്ങനെയാണ് എൻ്റെ ഫേസ് ഇരിക്കുന്നത്. ഞാൻ ഒരുപാട് നാൾക്ക് ശേഷം കേട്ടോ മേക്കപ്പ് ചെയ്യുന്നത്. എനിക്ക് ഓർമ്മയില്ല ഞാൻ ലാസ്റ്റ് എന്നാ മേക്കപ്പ് ചെയ്തത്. എനിക്ക് മുഖം ചൊറിയുന്ന, എനിക്ക് ഇപ്പോഴത്തെ ഇവിടെയൊക്കെ എനിക്ക് ചൊറിയുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഞാനങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല. കാരണം എനിക്ക് ഈ ചൊറിഞ്ഞ് വരുമ്പോൾ നമുക്ക് ദേഷ്യം വരും, ഇങ്ങനെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അത് കാരണം ഞാനങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ലായിരുന്നു. കുറേ നാൾക്ക് ശേഷമാണ് മേക്കപ്പ് ചെയ്തത്. അപ്പോൾ ഞാനങ്ങനെ ഫുള്ള് പക്ക മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. കോണ്ടോറൊന്നും ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഇത് വേറെ തുടങ്ങി കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഫോക്സ് ടെയിലിൻ്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ്. ഇതൊരു ജെൽ ലൈക്ക് മോയ്സ്ചറൈസറാണ്. ഇവർ നോർമൽ ടു ഓയിലി സ്കിൻ എന്ന് പറയുന്നത്, പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇത് ഡ്രൈ സ്കിന്നിന് അത്രയ്ക്ക് സ്യൂട്ടാവുമെന്ന്. കൂടുതൽ ഇത് ഓയിലി സ്കിന്നിനായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ലിപ്പ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്തു. ഇത് മെയ്ബെല്ലിൻ്റെ ഒരു ലിപ്പ് ബാമാണ്, ടിൻറ്റഡ് ലിപ്പ് ബാമാണ് കേട്ടോ. നൈക്കയുടെ പ്രെപ്പ് മീ അപ്പ് ഫേസ് പ്രൈമറാണ് യൂസ് ചെയ്തേക്കണം. അടിപൊളി പ്രൈമർ ആട്ടോ. എനിക്ക് വേറെ ഒരു പ്രൈമറും ഇഷ്ടമല്ല. ഞാനിത് കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് 2 സൈസിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചെറിയ സൈസ് മേടിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫേസിൽ ഡാർക്ക്നെസ്സോ എന്തെങ്കിലും റെഡ്നെസ്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കളർ കറക്റ്റർ യൂസ് ചെയ്യാം കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഡയറക്റ്റ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഗ്രേ കളറായിട്ട് മാറും. നല്ല വൃത്തികേടാണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എനിക്ക് കളർ കറക്റ്റ് ചെയ്യണമെന്ന് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പ്രോ കൺസീലർ പാലറ്റാണ് എടുത്തേക്കുന്നത്, ഇൻസൈറ്റിൻ്റെ. ഇതിൽ കൺസീൽ, കറക്റ്റ്, കോണ്ടൂർ ഇത് 3 ഉണ്ട് കേട്ടോ. കൺസീലറിനായിട്ട് ഇൻസൈറ്റിൻ്റെ തന്നെ HD കൺസീൽ കറക്റ്റ് ആൻഡ് കോണ്ടൂർ എന്ന് പറഞ്ഞിട്ടൊരു കൺസീലർ പാലറ്റാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഈ HD പാലറ്റ് 3 ഷെയ്ഡിൽ അവൈലബിൾ ആണ്. ഞാൻ മീഡിയം സ്കിന്നാണ് കേട്ടോ എടുത്തേക്കണത്. അപ്പോൾ ഞാൻ എപ്പോഴും ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ കൺസീലറൊക്കെ ഇടാം. ഞാൻ ആദ്യമൊക്കെ സ്പഞ്ച് വെച്ചിട്ടിടുമായിരുന്നു. ഇപ്പോൾ എനിക്ക് ബ്രഷാണ് കേട്ടോ കംഫർട്ടബിൾ. അതിനുശേഷം ഞാൻ മേബിലിൻ്റെ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷനാണ് എടുത്തേക്കണത്. ഇതിലെൻ്റെ ഷെയ്ഡ് വന്നിട്ട് 330 ആണ്. ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്. 300 റുപ്പീസിന് എത്രയെങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഷെയ്ഡ് കറക്റ്റ് കിട്ടുന്നില്ലെങ്കിൽ ആദ്യം ചെറുത് മേടിച്ചിട്ട് പിന്നെ ഇതിൻ്റെ വലുത് മേടിക്കുക കേട്ടോ. ഇത് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ ഇത് ചെറുതായിട്ട് ഓക്സിഡൈസ് ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ഷെയ്ഡ് ലൈറ്റർ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിഡൈസ് ആകുമ്പോൾ കറക്റ്റ് നിങ്ങളുടെ സ്കിന്നായിട്ട് മാച്ചായി പോകും കേട്ടോ. ഞാൻ അധികം നേരിട്ട് പുറത്തേക്ക് പോകാത്തത് കൊണ്ടാണ് ഞാൻ ഇതന്നെ ഇട്ടേക്കുന്നത്. ഇപ്പോൾ ഇത് ഞാൻ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിത് കഴുകിക്കളയും. പിന്നെ ഇതിൻ്റെ പാക്കേജിങ്ങിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം ഞെക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ട്യൂബിൻ്റെ. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഫൗണ്ടേഷനാണ് കേട്ടോ. പിന്നെ ഞാൻ നെക്കിലും കൂടി ഇടുന്നുണ്ട്. നെക്കിലും മുഖത്തിടുമ്പോൾ നെക്കിലും ചെവിയിലും കൂടി ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ മുഖം മാത്രം നല്ല ബ്രൈറ്റായിട്ടും കഴുത്തും കാതും കുറച്ച് ഡിമ്മായിട്ടിരിക്കും കേട്ടോ. ഫൗണ്ടേഷൻ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നൈക്കയുടെ ഓൾ ഡേ മാറ്റ് കോമ്പാക്ട് പൗഡറാണ് എടുക്കുന്നത്. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഹണി 07 ആണ്. ഞാൻ ഇതിന് മുന്നും ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത്. മേക്കപ്പ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോക്സ് ടെയിലിൻ്റെ മൾട്ടി വിറ്റമിൻ ഗ്ലോ ടോണർ പ്ലസ് മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആണ് ഇത്. ഇത് 2 ആയിട്ട് നമുക്ക് ടോണറായിട്ട് മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷേ സെറ്റിംഗ് സ്പ്രേ ആയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. മേക്കപ്പ് ഒട്ടും ലാസ്റ്റ് ചെയ്യുന്നില്ല, ഭയങ്കരമായിട്ട് ട്രാൻസ്ഫർ ആവുന്നു കേട്ടോ. ഐ മേക്കപ്പിനായിട്ട് ഞാൻ മേക്കപ്പ് റെവല്യൂഷൻ്റെ ഒരു പാലറ്റ് ആദ്യം ഒരു ബ്രൗൺ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു പിങ്കിഷ് ഷെയ്ഡാണ് കേട്ടോ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നത്. L18ൻ്റെ കാജൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാനൊരു ബ്രഷ് മേടിച്ചപ്പോൾ ഒരു സ്മഡ്ജ് ചെയ്യണ ഒരു സാധനം കിട്ടി. അത് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഐലൈനറാണ് ഇൻസൈറ്റിൻ്റെ ഈ ഒരു ഐലൈനർ. സംഭവം എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളയാൻ ഭയങ്കര പണിയാണ് കേട്ടോ. നല്ല ഗ്ലോസി ഒക്കെയാണ്, ഒരുപാട് നേരം ലോങ് ലാസ്റ്റ് ചെയ്യും. പക്ഷേ വാട്ടർ പ്രൂഫാണ്, അതുകൊണ്ട് തന്നെ കളയാൻ പറ്റില്ല കേട്ടോ. മേക്കപ്പ് റിമൂവർ തന്നെ വേണം. നല്ല തിളക്കാട്ടോ ഇതിങ്ങനെ കണ്ണിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ. പിന്നെ പീലിമിലാവാണ്ട് നോക്കാം. പീലിമിലായിട്ടുണ്ടെങ്കിൽ പിന്നെ ഒട്ടും പോവില്ല, നല്ല പണിയാണ്. പിന്നെ സ്കൈ ഹൈ മസ്കാരയാണ് മെയ്ബെലിൻ്റെ. ഇതും എനിക്ക് വലിയ താല്പര്യമില്ല, എന്നാലും കുഴപ്പമില്ല കേട്ടോ.
വേറെ ഞാൻ ചെറുതായിട്ടേ ഇടുള്ളൂ. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഐബ്രോസ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത്. അതാകുമ്പോൾ അത് അനങ്ങാണ്ട് ഒരു ഭാഗത്ത് ഇരുന്നോളും. പിന്നെ ലൈറ്റായിട്ടൊന്ന് മസ്കാര ഇട്ട് കൊടുത്തു കേട്ടോ. ലിപ്സ്റ്റിക്കിനായിട്ട് മെയ്ബെലിൻ്റെ സെൻസേഷണൽ ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് സോഫ്റ്റ് വൈൻ 02 എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. ഇതൊട്ടും ലോങ് ലാസ്റ്റിംഗ് അല്ല കേട്ടോ. ഈ ലിപ്സ്റ്റിക്ക് ഇട്ട് കുറച്ച് ഭയങ്കരമായിട്ട് ട്രാൻസ്ഫർ ആവും. ഫുഡ് കഴിക്കുമ്പോഴും എല്ലാത്തുമ്പോഴേക്കും ട്രാൻസ്ഫർ ആവും. പിന്നെ ഒരു പൊട്ടും വെച്ച് കൊടുത്തു, ഒരു റെഡ് പൊട്ടാണ് വെച്ച് കൊടുത്ത്. പിന്നെ ബ്ലഷിനായിട്ട് ഷുഗറിൻ്റെ ഒരു പാലറ്റ് എടുത്തിട്ട് ബ്ലഷും നന്നായിട്ട് ഇട്ട് കൊടുത്തു. കോണ്ടൂർ ഞാൻ ചെയ്യുന്നില്ല കേട്ടോ, കാരണം കോണ്ടൂറിൻ്റെ എൻ്റെ കയ്യിൽ ക്രീം ആണോ ഉള്ളത് കോണ്ടൂർ. എനിക്ക് ഒന്നാമത് കോണ്ടൂർ ഇടാൻ അറിയില്ല. അത് കാരണം ഞാൻ ആവശ്യമില്ലാത്ത പണിക്ക് പോകാറില്ല. വെറുതെ മേക്കപ്പ് കൊളാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് കോണ്ടൂർ എഴുതിയില്ല. ബ്ലഷ് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ കമ്മലിട്ട് കൊടുത്തു. ഏത് കമ്മലിടണമെന്ന് കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ ഗോൾഡൻ കമ്മലിട്ട് കൊടുത്തു. പിന്നെ കുറച്ചധികം കറുത്ത കുപ്പിവള ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയി കേട്ടോ. പിന്നെ മുടിയും കൂടെ കെട്ടാനുണ്ട്. മുടി ഞാൻ ഒരു ബണ്ണാണ് കെട്ടിയേക്കണത്. എന്നിട്ട് നമ്മുടെ ഫേക്ക് ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തു. ഭയങ്കര സിമ്പിളായിട്ടാണ് ഈ മുടി കെട്ടിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മേക്കപ്പ് ലുക്ക്. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറവുകളും കൂടുതലുകളും ഒക്കെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പക്ഷേ നല്ല ഫിനിഷിങ് ഉണ്ടായിരുന്നു കേട്ടോ. ക്യാമറയിൽ അത്രയ്ക്ക് അറിയുന്നില്ല. നേരിട്ട് കണ്ടപ്പോൾ എൻ്റെ അനിയത്തി എന്നോട് ചോദിച്ചു എനിക്ക് മേക്കപ്പ് ചെയ്യാൻ പഠിപ്പിച്ചു തരുമോ, നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ കണ്ണിൻ്റെ വാല് വെച്ചതൊന്ന് തെറ്റിപ്പോയി. കാരണം ഒരു വാല് തെക്കോട്ടും മറ്റേ വാല് വേറെ ഇടയ്ക്കോടെ ഇരിക്കുന്നത്. പക്ഷേ എന്നാലും എനിക്ക് ഇന്നത്തെ ലുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എക്സെപ്റ്റ് കണ്ണിൻ്റെ വാല്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ.